സ്തോത്രം. നമ്മൾ തുടർന്നും ഇന്ന് വചന സന്ദേശത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മളോട് വചനം ഷെയർ ചെയ്യുന്നത് സ്തോത്രം നമ്മുടെ കോട്ടയത്തെ മറനത ഫുൾ ഗോസ്പൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകനായിരിക്കുന്ന ജെയിംസ് അലക്സാണ്ടർ പാസ്റ്ററാണ് നമ്മോടൊപ്പം പാസ്റ്റർ ചേർന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ദീർഘനാളുകളായിട്ട് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാടുകൾ ഇന്ന് നമ്മളോടുള്ള ദൈവസഭയോടുള്ള അരുളപ്പാടുകൾ ദൈവദാസനോട് നമുക്ക് കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. എല്ലാവരും ക്യാമറകളൊന്ന് ഓൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യ ദിവസം തന്നെ അത് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് മുഖാമുഖം കണ്ട് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. അതിനായിട്ട് നിങ്ങൾ ക്യാമറകളൊന്ന് ഓൺ ചെയ്താൽ വലിയ അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദേവദാസനം ഒരുപോലെ ആ ശുശ്രൂഷിക്കും ഒരു അനുഗ്രഹത്തിനായി തീരുവാനിടയായി തീരും. നമുക്ക് ബെന്നി ബ്രദർ ഇപ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവദാസനെ സമർപ്പിച്ച് വചന ശുശ്രൂഷയെ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും ബെന്നി ബ്രദറിനോട് ചേർന്ന് പ്രാർത്ഥനയിലായിരിക്കും. ബെന്നി ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളോട് സ്നേഹിക്കുന്ന പിതാവേ, ദൈവം ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്റെ സമസ്ത മേഖലകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ വചനം അത് മനുഷ്യ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവവചനമായി തന്നെ ഞങ്ങൾക്കത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളങ്ങളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം അത് ക്രിയ ചെയ്യുവാൻ ദൈവം എന്താണോ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവമേ അത് പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളിന്ന് കേൾക്കുന്ന വചനം ദൈവമേ അത് ഞങ്ങൾക്ക് രക്ഷയ്ക്കായി ദൈവശക്തിയായി തീരുവാനും ദൈവമേ അത് വിടുതലായി, ഐക്യമായി, സ്നേഹമായി, വിടുതലായി, ദൈവമേ സന്തോഷമായി, അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവദാസനെ ഞങ്ങൾ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വെളിപ്പാടുകളെ നൽകണമേ. ദൈവം ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം മുന്നൊരുക്കി നല്ല നാളുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, ഇതൊന്ന് കേൾക്കണമേ. ആമേൻ, ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ കർത്താവിനെ ഒരിക്കൽ കൂടി വിശുദ്ധ കരങ്ങൾ സ്തോത്രം കയറ്റിയാട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്നും നമ്മൾ 3 ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് 2 ദിവസവും ഉപവാസപ്രാർത്ഥന 2 ദിവസവും നമ്മൾ ചിന്തിച്ച ഭാഗം സുസമ്മതയുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 തിരുവചന ഭാഗത്തു നിന്നാണ്. തുടർന്നും ഇന്നും നമ്മൾ കേൾക്കുവാൻ സ്വതന്ത്രം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്ന ഇതേ ഭാഗത്തു നിന്ന് തന്നെയാണ്. സ്വതന്ത്രം ജെയിംസ് പാസ്റ്റർ എല്ലാവർക്കും സുപരിചിത, കുറച്ച് പേർക്കൊക്കെ അറിയാം. ജെയിംസ് പാസ്റ്റർ ശുശ്രൂഷ അവിടെ ചർച്ചിൽ പോകാനായിട്ട് ഇടയായിട്ടുണ്ട്, ശുശ്രൂഷ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ ആ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും സലാല മാറാനാഥ ചർച്ചിന്റെ പേരിലും ഞാൻ ദൈവദാസനെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കൂടിവരവിൽ എനിക്കും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കരയേറ്റുകയാണ്. ഇന്ന് ദൂരം എന്നത് നമ്മുടെ മധ്യത്തില് ഒരു വലിയ വിഷയമായിരിക്കുന്നു. നിങ്ങൾ സലാലയില്, ഞാൻ കേരളത്തിൽ കോട്ടയം. ദൂരത്തിന്റെ വലിയൊരു ഗ്യാപ്പ് നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ ദൂരത്തിനും സമീപത്തിനും ദൈവമായ സർവശക്തനായ കർത്താവ്, ആത്മസ്വരൂപിയായ ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവജനം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയില് ആയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളില് ഇപ്പോൾ ഞാൻ അറിഞ്ഞ പ്രകാരം നമ്മുടെ സലാല ഏരിയയില് 2-3 ദിവസമായിട്ട് ലോക്ക്ഡൗൺ ആണ്. ആ ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയില് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുവാൻ നിങ്ങൾ തെരഞ്ഞെടുത്തതോർത്ത്, നിങ്ങൾ തീരുമാനിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഈ എളിയവൻ നിലവിളിച്ചു,
സകല കഷ്ടത്തിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എന്ത് വിഷയത്തോടുകൂടെ, എന്ത് വിഷയത്തിന്റെ മധ്യത്തിലാണോ നിങ്ങൾ നിലവിളിയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്, ആ വിഷയത്തെ അറിയുന്ന ദൈവം നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളിൽ അനേകരെ, ഒട്ടുമുക്കാലും പേരെ എനിക്ക് അറിയില്ല. എനിക്ക് പരിചയമുള്ളത് ജോമോൻ ബ്രദറിനെയും ദീപാ സിസ്റ്ററിനെയും മാത്രമാണ് എനിക്ക് നേരിട്ട് പരിചയമുള്ളത്. ജോസ് പാസ്റ്ററിനെ ഞാൻ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലും ഒക്കെ കണ്ടു പരിചയം, അങ്ങനെയുള്ള പരിചയമാണുള്ളത്. അല്ല, പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുന്ന രീതിയിൽ ഒരു പരിചയമുള്ളത് എനിക്ക് ദീപാ സിസ്റ്റർ, ജോമോൻ ബ്രദർ ഫാമിലിയാണ്. അവരോട് ഒരുമിച്ച് എനിക്ക് പല പ്രാവശ്യം കോട്ടയത്ത് ദൈവത്തെ ആരാധിക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നും അവരോടും നിങ്ങളോടും എല്ലാവരോടും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനൊരു പാട്ടോട് കൂടെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, നീതിയിൽ അവർ വാഴും. ആത്മമരണം മാറും, നീതിയിൽ അവർ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വം. ജീവന്റെ വാക്യങ്ങൾ കേൾക്കുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്നുള്ളതോർത്ത് ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് സ്തോത്രം കരയറ്റുകയാണ്. കർത്താവെ, എന്ത് വിഷയത്തിന്റെ മധ്യത്തിലാണോ നിന്റെ ജനം നിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്നത്, ആ വിഷയത്തിലൊക്കെയും എന്റെ തമ്പുരാൻ വെളിപ്പെട്ട് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി അവിടുന്ന് വലിയവനെന്ന് കർത്താവെ അവരുടെ സകല വിഷയങ്ങളുടെ മധ്യത്തിലും വെളിപ്പെടുത്തുമാറാകണമെന്ന് ഞാൻ ഈ സമയത്ത് അവിടത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അവിടെ അങ്ങനെ ചെയ്യാൻ സ്തോത്രം. യേശു തമ്പുരാന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോസ് പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വചനമാണ്, വചനഭാഗമാണ്. ആ വചനഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവദാസന്മാർ അതിൽ നിന്ന് സംസാരിക്കുവാനും അതിൽ നിന്ന് 2 ശക്തമായ 2 പ്രസംഗങ്ങൾ, ദൂതുകൾ നമുക്ക് കേൾക്കുവാനുമായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇനി തുടർന്ന് അങ്ങോട്ട് എന്താണ് ഞാൻ പ്രസംഗിക്കേണ്ടത് എന്ന് ഞാൻ ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചതായിരിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച്, അതായത് നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഇപ്പോൾ പാടിയതുപോലെ ദൈവവചനം ജീവനും ശക്തിയുമാണ്, ആത്മരക്ഷയും നിത്യതയിലേക്കും നിത്യജീവനിലേക്കും നടത്തുന്നതും ദൈവവചനമാണ്. അപ്പോൾ ഒരു കൂടിവരവില് ദൈവവചനത്തിന്റെ ശുശ്രൂഷ എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, നമ്മൾ കേൾക്കുന്നതായ വചനങ്ങൾ നമ്മൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെ കരുതിക്കൊള്ളേണ്ടതും ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ വിലപിടിപ്പുള്ളതായിരിക്കുന്ന വസ്തുവകകൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കരുതും. അതിലും വിലയേറിയതാണ് ദൈവവചനം. കാരണം അത് ജീവനും നമുക്ക് ശക്തിയും നിത്യതയിലേക്ക് നമ്മളെ നടത്തുന്നതുമാകയാല്
നമ്മൾ അതിനെ കരുതിക്കൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഏറ്റവും വിലയേറിയ ഏത് നിധിയേക്കാളും അധികമായിട്ട് നമ്മൾ കേൾക്കുന്ന വചനം വളരെ ശ്രദ്ധയോടുകൂടെ കേട്ട് അതിനെ കരുതിക്കൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കഴിയുമെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ പേഴ്സണലായിട്ട് പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ അതിനെ ഒന്ന് എഴുതി സൂക്ഷിക്കേണ്ടതും അതിനെ വീണ്ടും അയവിറക്കുന്നതും എല്ലാം നന്നായിരിക്കും. അതുകൊണ്ട് അപ്രകാരം നന്നായിട്ട് ദൈവവചനം ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം ദൈവം വചനമാണ്. ആ വചനം ജഡാവതാരം എടുത്തു വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അത് യേശു ക്രിസ്തു വചനമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വചനം എന്ന നാമം ഉള്ളവനെന്ന് യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വചനം എന്നത് ഒരു ആത്മീക മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് വചന ശുശ്രൂഷ എന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കേണ്ടതും പ്രാർത്ഥനയോടുകൂടെ കർത്താവേ എന്നോട് സംസാരിക്കണമേ, അടിയൻ ഇതാ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതും ഏറ്റവും ആവശ്യമാണ്. ഇവിടെ ഒരു പാസ്റ്ററിന്റെ മിടുക്കോ കഴിവോ അല്ല വെളിപ്പെട്ടു വരേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് വെളിപ്പെട്ടു വരേണ്ടത്, ദൈവത്തിന്റെ ശബ്ദമാണ് വെളിപ്പെട്ടു വരേണ്ടത്. അതാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം എന്നത് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവമക്കളെ, വചനം അയച്ച് കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വചനം അയച്ച് കർത്താവ് സൃഷ്ടിക്കുന്ന ദൈവമാണ്. വചനം അയച്ച് കർത്താവ് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. അവൻ ദൂരത്തിനും സമീപത്തിനും ദൈവമായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം ശ്രദ്ധയോടുകൂടെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ വിടുതല് ഇന്ന് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന ദൈവവചനത്തിലേക്ക് തന്നെ വീണ്ടും നമുക്ക് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ആ വചന ഭാഗം വീണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും വീണ്ടും ആ വചന ഭാഗം ഒന്ന് നമുക്ക് വായിക്കാമല്ലോ. വായിച്ചാട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ വചനത്തിൽ നിന്ന് ശക്തമായ 2 ദൂതുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്, പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പം കൂടെ ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ യേശു കർത്താവ് വിളിച്ചപ്പോൾ തന്റെ അടുക്കലുള്ളവരെ തന്നിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് കർത്താവിന്റെ ഈ വിളിയിലുള്ളതായിരിക്കുന്ന ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് അല്പം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഈ വചനം നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യം, ഇത് ഒരു ശിഷ്യത്വ വിളംബരമാണ്. ശിഷ്യത്വത്തിലേക്ക് കർത്താവ് തന്റെ അടുക്കലുള്ളവരെ വിളിക്കുന്ന ഒരു വിളിയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ തന്റെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോടും തന്റെ സ്വർഗാരോഹണം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരോടും കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്ന വചനം ഇതാണ്: നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുകയും അവരെ ഞാൻ പഠിപ്പിച്ചതൊക്കെയും അനുസരിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതായിരിക്കും ദൈവവചനമാണ് കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവിന്റെ ശുശ്രൂഷയുടേതായിരിക്കുന്ന വലിയൊരു ഉദ്ദേശം ശിഷ്യന്മാരാക്കുക, ഓരോ വിശ്വാസിയെയും ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കർത്താവിൻ്റെതായിരിക്കുന്ന ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ക്രിസ്ത്യാനികളെ, ദൈവജനത്തെ ക്രിസ്ത്യാനികൾ എന്ന് അവർക്ക് പേർ വരുവാനായിട്ട് ഇടയായി തീർന്നത്. അവരെ കളിയാക്കി വിളിച്ചതാണ്. കാരണം അവർ ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തു യേശുവിലൂടെയുള്ളതായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശിഷ്യത്വം പ്രാപിച്ച് ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ചവരായതുകൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട് അവർ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീർന്നതുകൊണ്ട് അവരെ കണ്ടവർ അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആദിമ ക്രിസ്ത്യാനികൾ, ആദിമ വിശ്വാസികൾ, അവർ ക്രിസ്ത്യാനികൾ എന്ന പേർ ലഭിച്ചതിന് കാരണം അവർ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് ജീവിച്ചവരായിരുന്നു.
ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് എനിക്ക് ക്രിസ്ത്യാനി എന്ന ഒരു പേരുണ്ടെങ്കിൽ ദൈവ പൈതലെ ഓർത്തുകൊള്ളണം, ആ ക്രിസ്ത്യാനി എന്ന എൻ്റെ പേര് ശരിക്കും അർത്ഥവത്തായ ഒരു പേരാണോ എന്ന് നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. എങ്ങനെയാണ് എൻ്റെ ആത്മീക നിലവാരം ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കും. കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഒരു ശിഷ്യത്വത്തിലേക്കാണ്. ആർക്കാണ് ഒരു ശിഷ്യനായി തീരുവാൻ, കർത്താവിന്റെ ശിഷ്യനായി തീരുവാനായിട്ട് ഇടയായി തീരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതേ 11-ാം അധ്യായത്തിന്റെ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. 25-ാമത്തെ വചനം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആമേൻ. ശിഷ്യത്വം എന്നത് ദൈവസന്നിധിയിലെ ശിശുക്കളെ പോലെ ജീവിക്കുന്നവർക്ക്, ശിശുക്കളായവർക്കാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യന് പ്രവേശനം ലഭിക്കണമെങ്കിൽ, കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് ഒരു വ്യക്തിക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ആ വ്യക്തി ആരായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്നു? ഒരു ശിശുവിനെ പോലെ ആയിത്തീരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. പ്രായപൂർത്തിയായവർ അല്ലെങ്കിൽ പ്രായമുള്ള നമ്മൾ എങ്ങനെയാണ് വീണ്ടും ശിശുക്കളെ പോലെ ആയിത്തീരുവാനായിട്ട് സാധിക്കുക എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. അത് എങ്ങനെ ഒരു ശിശുവിനെ പോലെ ആയിത്തീരുവാൻ സാധിക്കുമെന്നത് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം വായിച്ചാട്ടെ. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ആമേൻ. മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. നമുക്ക് പ്രായം ഒത്തിരി ഉണ്ട്. നമുക്ക് 40-ഉം 50-ഉം 60-ഉം അല്ലെങ്കിൽ 30-ഉം 40-ഉം 25-ഉം ഒക്കെ വയസ്സ് പല പ്രായപരിധികളുള്ളവരായിരിക്കാം നമ്മൾ. എന്നിരുന്നാലും ആ പ്രായപരിധിയെ വകവയ്ക്കാതെ മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഒരു ശിശുവിനെ പോലെ മാറുവാനായിട്ട് ഇടയായിത്തീരും. രക്ഷിക്കപ്പെടുവാനായിട്ട് ഒരു വ്യക്തി ഒരിക്കൽ മാനസാന്തരപ്പെട്ടാൽ മതി, ഒരു പ്രാവശ്യം മാനസാന്തരപ്പെട്ടാൽ മതി. പക്ഷെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദിവസവും അവൻ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം ദൈവത്തെ വിട്ട് ദൈവത്തെ മറുതലിച്ച് ദൂരോട്ട് പോയോ അത്രയും ദൂരം തിരിച്ചു വരിക കർത്താവിലേക്ക്. ഹല്ലേലൂയ. ഇന്ന് ജോസ് പാസ്റ്റർ യോബൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ മടങ്ങി വരുവീൻ. കർത്താവിന്റെ വിളി അതാണ്, നിങ്ങൾ മടങ്ങി വരുവീൻ. നിങ്ങൾ എന്നെ വിട്ട് എത്ര ദൂരം യാത്ര ചെയ്തിരിക്കുന്നുവോ അത്രയും ദൂരം എന്നിലേക്ക് തിരിച്ചു വരുവീൻ എന്നതാണ് കർത്താവിൻ്റെതായിരിക്കുന്ന വിളി. കർത്താവിന്റെ പ്രസംഗവും അതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അറിയാം, യോഹന്നാൻ, സ്നാപകനായ യോഹന്നാൻ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ. 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. മത്തായി എഴുതിയ സുവിശേഷം. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവന് യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. 3-ന്റെ 1-ാമത്തെ വചനം വായിച്ചാട്ടെ. 1 മുതൽ. സ്നാപകൻ വന്നു യഹൂദ്യ മരുഭൂമിയെ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞു. ഓക്കെ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ എന്ത് ചെയ്യുക? മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ സ്വർഗരാജ്യത്തിലേക്കുള്ള കർത്താവിന്റെ വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം എന്തായിരുന്നു? മാനസാന്തരപ്പെടുകയും. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന് വേണ്ടി മാനസാന്തരപ്പെടുക. ഫോർ ദ ഹെവൻസ് സേക്ക് വി ഹാവ് ടു റിപ്പന്റ്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ മാനസാന്തരപ്പെടണം. യേശു കർത്താവിന്റെ പ്രസംഗം നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം
4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം ഒന്ന് വായിച്ചാണ്. 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ യേശു തമ്പുരാന്റെ പ്രസംഗവും എന്ത് തന്നെയാണ്? മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതാണ് കർത്താവിന്റെ പ്രസംഗവും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ എന്താണ് പ്രസംഗിച്ചത്? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അങ്ങനെ അവർ ശിഷ്യന്മാർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അവൻ സ്വർഗരാജ്യത്തിന് കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനും ദൈവപുത്രനായി മനുഷ്യൻ ദൈവമായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിലും, അതേപോലെ കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഫലമേൽപ്പിച്ച ശിഷ്യന്മാരുടെ പ്രസംഗവും മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതായി. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഓരോ പ്രാവശ്യവും മാനസാന്തരപ്പെടുമ്പോൾ, നമ്മുടെ ഓരോ തെറ്റുകളും നാം ദൈവത്തിന്റെ സന്നിധിയിൽ അനുദപിക്കുമ്പോൾ നമ്മൾ തിരിയുകയാണ്. നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുകയാണ്. നമ്മൾ നമ്മുടെ തെറ്റുകളിൽ മുതിർന്നു പോകുകയല്ല ചെയ്യുന്നത്. തെറ്റുകളിൽ കർത്താവിനോട് തെറ്റുകൾ കർത്താവിന്റെ മുമ്പിൽ അവൻ അനുദപിച്ച് പറയുമ്പോൾ, ഏറ്റു പറയുമ്പോൾ നമുക്കൊരു തിരിയലാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ തിരിയുന്നത്? കർത്താവിലേക്ക് തിരിയുന്ന ശിശുക്കളെ പോലെ ആയിത്തീരുകയാണ്. നമുക്കറിയാം, നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കന്മാർ നമ്മളെ തിരുത്താറുണ്ട്. നമ്മുടെ ജ്യേഷ്ഠന്മാർ, മൂത്ത പെങ്ങന്മാര്, ഇവരെ നമ്മളെ കഴിഞ്ഞ് പ്രായമുള്ളവരെല്ലാം നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തിരുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ബാല്യത്തില് എന്നെ എല്ലാം തിരുത്തുന്നവർ ഒത്തിരി പേര് എനിക്കുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഒന്ന് മുതിർന്നവനായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഇവരുടെ തിരുത്തൽ കേട്ട് ഞാൻ അങ്ങ് മടുത്തു എന്ന് ഞാനങ്ങ് പല സാഹചര്യത്തിലും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അങ്ങനെ ഇവർ തിരുത്തുമ്പോഴൊക്കെയും ഞാൻ തിരുത്തപ്പെടുവാൻ തക്കവണ്ണം വഴങ്ങിക്കൊടുക്കുന്നവനായി ഇരുന്നതിന്റെ കാരണം ഞാൻ ശിശുവായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവത്തിന് നിങ്ങളെ തിരുത്തുവാൻ കഴിയുകയില്ല, നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ ദൈവരാജ്യത്തിൻ്റെതായിരിക്കുന്ന സന്ദേശത്തിന്റെ പ്രാഥമികമായ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസാന്തരപ്പെടുവീൻ എന്നത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ നിമിഷവും നമുക്ക് മാനസാന്തരത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു ശിശുവിനെ പോലെ മാനസാന്തരപ്പെടുമ്പോൾ അവൻ ഒരു ശിശുവായി തീരുകയാണ്, ഒരു ശിശുവിനെ പോലെ മാറുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവന്റെ ഹൃദയം കഠിനപ്പെടുകയല്ല. അവൻ മാനസാന്തരപ്പെടുമ്പോൾ അവൻ അനുദപിച്ച് അവന്റെ ഹൃദയം മെഴുകുപോലെ ഉരുകി ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് മാനസാന്തരപ്പെടുവാൻ കഴിയാത്തത് എന്നും ആ വചനങ്ങളിൽ തന്നെ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കാണ് മാനസാന്തരപ്പെടുവാൻ കഴിയാത്തത്? മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ആർക്കാണ് മാനസാന്തരപ്പെടുവാൻ കഴിയാത്തവർ എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 21-ാമത്തെ വചനം. കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സൈദയെ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. ഹല്ലേലൂയ. രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അവരെന്ത് ചെയ്യുമായിരുന്നു? മാനസാന്തരം. അപ്പോൾ നമുക്കറിയാം, നിനവെ പട്ടണക്കാരോട് മാനസാന്തരപ്പെടണമെന്നുള്ള പ്രസംഗം അറിയിച്ചപ്പോൾ, ദൈവകോപം നിനവെ പട്ടണത്തിൽ വരാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ രാജകൊട്ടാരം മുതൽ ചെറിയ കുടിലിൽ താമസിക്കുന്നവർ വരെ രട്ടിലും വെണ്ണീറിലും ഇരുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് തന്നെ താൻ താഴ്ത്തുക എന്നുള്ളതാണ്. തന്നെ താൻ താഴ്ത്തുക. മാനസാന്തരപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്നെ താൻ താഴ്ത്തുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയുകയില്ല. രട്ടിലും വെണ്ണീറിലും ഇരിക്കുവാൻ, അത് രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നാൽ പോലും, രാജാവായിരിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ താഴ്ത്തുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല?
മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രണ്ടാമത് മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയാത്ത വ്യക്തി ആരാണെന്ന് 23-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വായിച്ചാട്ടെ 23-ാമത്തെ വചനം. നീയോ കപർന്നഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളം വരെ താണുപോകും. മതി. ഉന്നത ഭാവമുള്ളവർ, ഞാൻ എന്ന ഭാവമുള്ളവർ, ഉയർച്ച, എന്റെ സ്ഥാനമാനങ്ങൾ, എന്റെ പ്രസ്റ്റീജ്, എന്റേതായിരിക്കുന്ന വിദ്യാഭ്യാസം, എന്റെ ജോലി, എന്റെ സൗന്ദര്യം, എന്റേതായിരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ മതിപ്പ് കൊടുത്തുകൊണ്ട് അതിനെ ഉയർന്നതായും ഉന്നതമായതുമായും കാണുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഞാനെന്ന ഭാവമുള്ള ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെയുള്ളതായിരിക്കുന്ന മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന ശിഷ്യത്വത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരുവാനായിട്ട് കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി 25-ാമത്തെ വചനം മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ 25-ാമത്തെ വചനം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. മതി. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ദൈവം സന്തോഷിക്കുക. ആരെ കുറിച്ചാ സന്തോഷിക്കുന്നത്? ശിശുക്കളെ കുറിച്ച് സന്തോഷിക്കുക. ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുന്ന ശിശുക്കളെ കുറിച്ച് ദൈവം സന്തോഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് തന്നെ താൻ താഴ്ത്തി ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇവിടെ പറയുകയാണ്. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇന്ന് എത്ര പേർ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ, ഹല്ലേലൂയ, സ്വർഗീയമായ വെളിപ്പാട് ഞാൻ പ്രാപിക്കത്തക്കവണ്ണം ഞാൻ എന്നെ തന്നെ താഴ്ത്തുവാനും നിന്റെ സന്നിധിയിൽ അനുസരിക്കുവാനും നിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ വെണ്ണിലും ഇരുന്ന് എന്നെ തന്നെ താഴ്ത്തുവാനും എന്റെ വിദ്യ എനിക്ക് ലഭിക്കുവാൻ നിന്റേതായിരിക്കുന്ന അത് താഴ്ത്തിക്കൊണ്ട് ഇതാക്കുന്നു, ഏൽപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ഇന്ന് ദൈവം വിളിക്കുകയാണ്. ഇന്ന് കർത്താവ് വിളിക്കുകയാണ്. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. ഇന്നേ പോലെ കർത്താവിലേക്ക് വരുന്നുവെങ്കിൽ ദൈവവചനം നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ പ്രവൃത്തി, നിന്റെ ജോലി മേഖലകളില് വെളിപ്പെട്ടു വരുവാൻ പോവുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ശിശുക്കളെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പോവുകയാണ്. കർത്താവ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. മാനസാന്തരത്തോടുകൂടെ ഒരു ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ മനസ്സ് കാണിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെതായിരിക്കുന്ന ഉത്തരവാദിത്വം, നിന്റെ ജോലി ഭാരം, നിനക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ തകർത്ത് കളയുന്നതായിരിക്കുന്ന വിഷയങ്ങളെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ആശ്വാസം ഏറ്റെടുക്കുവാൻ ഇന്ന് മനസ്സുണ്ട് ദൈവമക്കളെ? ഈ വചനം ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ആശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറുമാറാകട്ടെ. ഹല്ലേലൂയ. ശിശുക്കൾക്ക് നൽകുന്ന ഒരു ആശ്വാസം. ഹല്ലേലൂയ. ഇന്ന് മാനസാന്തര മനോഭാവത്തോടുകൂടെ കർത്താവിനെ വിട്ട് വഴിമാറി നടന്ന വഴികളിൽ നിന്ന് തിരിഞ്ഞ് കർത്തൃ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ഒരു ശിശുവിനെ പോലെ മടങ്ങി വരുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് കടന്നു വരികയാണ്. നിന്റെ ബുദ്ധി കൊണ്ട് നീ ആലോചിച്ച് കണക്ക് കൂട്ടി അസമാധാനം, അസ്വസ്ഥത, രോഗങ്ങളാൽ നിറയപ്പെട്ട ഒരു ജീവിതമാണ് നിന്റെ ജീവിതമെങ്കിൽ നിന്റെ ബുദ്ധിയെ തകർത്തുകൊണ്ട് ഒരു ശിശുവിനെ പോലെ കർത്തൃ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവിക സമാധാനം, ദൈവിക ആശ്വാസം, ദൈവികമായ വിടുതല്, ദൈവികമായ ഒരു പ്രൊമോഷൻ, ദൈവികമായ ഡിവൈൻ റെസ്പെക്ട് God is going to give into your life. Hallelujah.
തകർക്കുവാൻ ശത്രുവിന് കഴിയില്ല. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, മാനസാന്തരപ്പെടുന്നവൻ മാത്രമാണ് ദൈവത്തിന്റെ കുഞ്ഞ്. ഹല്ലേലൂയ. ദൈവ പൈതൽ മാനസാന്തരപ്പെടുന്നവനാണ്, ദിവസവും മാനസാന്തരപ്പെടുന്നവനാണ്, ദിവസവും ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി അലക്കി വെളിപ്പാക്കുന്നവനാണ്, കുഞ്ഞാടിന്റെ രക്തത്താൽ തന്നെ തന്നെ കഴുകുന്നവനാണ് ദൈവത്തിന്റെ കുഞ്ഞ്. ഹല്ലേലൂയ. അവനെ തൊടുവാൻ ശത്രുവിന് ദൈവം അവസരം കൊടുക്കുകയില്ല. ദൈവമക്കളെ, ഇതാണ് ദൈവം വിളിക്കുമ്പോൾ, ആമേൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് വിളിക്കുമ്പോൾ കർത്താവ് ഉദ്ദേശിച്ചതായിരിക്കുന്ന കാര്യം. ഹല്ലേലൂയ. ഇന്ന് തുടർന്ന് വചനത്തിന്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന ആ വെളിപ്പാടിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം, നിങ്ങളുടെ ഹൃദയം എത്രമാത്രം കഠിനമായി മാറിയിട്ടുണ്ട്? എത്രമാത്രം മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലാത്ത രീതിയിൽ ദൈവത്തോട് മറുതലിച്ച്, ആമേൻ, ഹല്ലേലൂയ, ദൈവ ആലോചനകൾക്ക് മറുതലിച്ച്, വ്യക്തികളോട് മറുതലിച്ച്, കുടുംബത്തിൽ മറുതലിപ്പ് കാണിച്ച്, ആമേൻ, കഠിനപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാനൊരു ശിശുവാണോ എന്ന് ഈ വചനം കേൾക്കുമ്പോൾ? ദൈവസന്നിധിയിൽ ഞാനൊരു കുഞ്ഞാണോ? ദൈവസന്നിധിയിൽ ഞാനൊരു ശിശുവിനെ പോലെ എന്നെ തന്നെ താഴ്ത്തി ചിന്തിച്ചുകൊണ്ട് നമുക്ക് വചനത്തിൻ്റെതായിരിക്കുന്ന തുടർന്നുള്ളതായിരിക്കുന്ന ഹല്ലേലൂയ ആ വെളിപ്പാടുകളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 28-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം ദൈവമക്കളെ. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഇത് ആശ്വസിപ്പിക്കാം, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറയാം. കർത്താവ് ഇവിടെ ആശ്വാസം വെച്ചിരിക്കുന്നത് ഉപാധികളോട് കൂടിയാണ് കർത്താവ് ഒരു ആശ്വാസം തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആശ്വസിപ്പിക്കും എന്നുള്ളതാണ് വചനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കും? എപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കും? ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കണം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വീണ്ടും 29-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ പറയാണ്, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആദ്യം നമ്മൾ കണ്ട് ആശ്വസിപ്പിക്കും, രണ്ടാമത് പറയുകയാണ് ആശ്വാസം കണ്ടെത്തും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ തന്നിരിക്കുന്നതായിരിക്കുന്ന ഈ വാഗ്ദത്തം എന്നത് ഉപാധികളോട് കൂടിയ ഒരു വാഗ്ദത്തമാണ്. പ്രോമിസ് വിത്ത് കണ്ടീഷൻ. അൺകണ്ടീഷണൽ പ്രോമിസ് അല്ല, പ്രോമിസ് വിത്ത് കണ്ടീഷനാണ് കർത്താവിന്റെ ആത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വചനം നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും ദൈവവചനത്തില് ഉപാധികളോട് കൂടിയ ആമേൻ വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വേറൊരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഉപാധികളില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനെ ഒന്ന് വിശദീകരിച്ചു തരാം. അതായത് ദൈവത്തിന്റെ അൺകണ്ടീഷണൽ പ്രോമിസസ് എന്തൊക്കെയാണെന്ന്. കർത്താവിന്റെ സ്നേഹം എന്നത് പറയുന്നത് അൺകണ്ടീഷണൽ ആണ്. നമ്മൾ എങ്ങനെ ഇരുന്നാലും, നമ്മൾ നല്ലവരായിരുന്നാലും ചീത്തയായിരുന്നാലും, നമ്മൾ പാപികളായിരുന്നാലും, ഏത് നിലയിൽ ഇരുന്നാലും ദൈവം മനുഷ്യനെ, ലോകത്തെ മുഴുവനും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ത്യനാൾ വരെയും അത് കർത്താവ് സ്നേഹിക്കുക തന്നെ ചെയ്യും. അപ്പോ അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അതായത് ഉപാധികളില്ലാതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്നാൽ ചില വിഷയങ്ങളിൽ ഇന്നത് ചെയ്തുവെങ്കിൽ മാത്രമേ ഇന്നത് നടക്കൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറയുമ്പോൾ കർത്താവ് ഉപാധികളോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പോൾ എന്താണ് കർത്താവ് വെച്ചിരിക്കുന്ന ഉപാധി? നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. യു ഹാവ് ടു കം ടു ജീസസ്. യേശുവിന്റെ അടുക്കൽ വരുന്നു എങ്കിൽ മാത്രമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആശ്വാസം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തില് ഒരു പ്രസവേദന വരുമ്പോൾ ഫസ്റ്റ് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കേണ്ടത് എവിടെയാണ്? യേശുവിങ്കലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ എങ്ങും പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ അടുക്കൽ വരുവീൻ, അധ്വാനിക്കുന്നവരും
ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീരെന്ന് വിളിച്ച എന്റെ യേശുവിന്റെ അടുക്കിലേക്ക്, നമ്മുടെ യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ ഓടിച്ചെല്ലണം. ആരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ കണ്ണുനീർ ഒഴിച്ചാലും ഒരു പ്രയോജനവുമില്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ യേശു തമ്പുരാനാണ്. ലോകത്തിൽ ഒരു മത നേതാക്കന്മാരും ഒരു വ്യക്തിയും എന്റെ അടുക്കൽ വരുവീൻ, കം അൺടു മീ എന്ന് വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വിളി രണ്ട് രീതിയിലാണ്. ഒന്ന്, ഫോളോ മീ. രണ്ട്, കം അൺടു മീ, എന്നെ അനുഗമിപ്പീൻ, എന്റെ അടുക്കൽ വരുവീൻ. ഇന്ന് ഈ വേദവചനത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന എന്റെ അടുക്കൽ വരുവീൻ എന്നാണ്. പത്രോസിനെയും ശിഷ്യന്മാരെയും വിളിച്ചപ്പോഴത്തേക്ക് കർത്താവ് വിളിച്ചത് ഇങ്ങനെയാണ്, എന്നെ അനുഗമിപ്പീൻ. ഹല്ലേലൂയ. എന്നെ അനുഗമിപ്പീൻ. അതായത് യേശുവിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് യേശുവിൽ നിന്ന് പഠിക്കുവാനായി യേശുവിനെ അനുഗമിപ്പീൻ എന്നുള്ള വിളിയാണത്. പക്ഷെ ഇവിടെ വിളിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയാണ്. നമുക്കറിയാലോ, അമ്മമാര് കുഞ്ഞുങ്ങളെ കരങ്ങൾ രണ്ടിങ്ങനെ നീട്ടിയിട്ട് പറയും, വാ 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 വാ, ഓടിവാ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കരങ്ങൾ നീട്ടി വിളിക്കും. അത് എന്റെ അടുക്കൽ വരുവീരെന്ന് കരങ്ങൾ നീട്ടി വിളിക്കുന്നതിനാണ്. വന്നു കഴിഞ്ഞാൽ അതിനെ വാരിയെടുത്ത് അവൻ നെഞ്ചോട് അണയ്ക്കാൻ വേണ്ടിയിട്ടാണ് കരങ്ങൾ നീട്ടി വിളിക്കുന്നത്. എന്റെ അടുക്കൽ വരുവീൻ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് ഒരു കുഞ്ഞിനെ പോലെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു ദൈവ പൈതലിനെ മാർവോട് അണയ്ക്കുവാൻ വേണ്ടി കർത്താവ് കരങ്ങൾ നീട്ടി വിളിക്കുകയാണ്. കം അൺടു മീ, എങ്കിലേക്ക് അടുത്ത് വരിക, എന്റെ അടുക്കലേക്ക് വരിക. ഹല്ലേലൂയ. ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മ എനിക്ക് ഓർമ്മ വന്നു. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ അമ്മയെ എൻ്റെ 16 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ വിഷയങ്ങളും പറയുമായിരുന്നു. എൻ്റെ വിഷയങ്ങളൊക്കെ ഞാൻ അമ്മയോട് അവതരിപ്പിച്ചു കഴിയുമ്പോൾ അത് എത്ര ഭാരമുള്ള ഒരു വിഷയമാണെങ്കിൽ, മോനെ നീ പേടിക്കട്ടെ, ഞാൻ ഇല്ലടാ, ഞാൻ നോക്കിക്കോളാമെന്ന ഒരു വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ എന്റേതായിരിക്കുന്ന ഭാരം എല്ലാം നീങ്ങിപ്പോകും. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവൻ എനിക്ക് മാതാവില്ലെങ്കിലും എന്നെ മാതാവേക്കാൾ അധികം അവൻ ആഴമായി സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഇരുകരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ അടുക്കിലേക്ക് വരുവേ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് അവൻ നമ്മുടെ ജോസ് പാസ്റ്റർ പ്രബോധനത്തിൽ പറഞ്ഞതുപോലെ നമുക്കൊന്ന് ആ വചനത്തെ നമുക്ക് വീണ്ടും ഒന്നൊന്ന് ചിന്തിക്കാം. ദൈവമക്കളെ, നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. ഹല്ലേലൂയ. ഹൗ ക്ലോസർ we are to Lord Jesus. Hallelujah. നമ്മൾ യേശുവിനോട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് ആമേൻ ശോധന ചെയ്ത് നോക്കാം. ഹല്ലേലൂയ. ആ വിരിക്കപ്പെട്ട കരങ്ങളിലെ നീട്ടപ്പെട്ട കരങ്ങൾക്കുള്ളിലാണോ നമ്മൾ, അതോ ആ കരങ്ങൾ എത്താത്ത ദൂരത്തിലാണോ, അധിക ദൂരത്തിലാണോ നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഭാരം അത് നിങ്ങൾക്കായിരിക്കാം ഭാരം, യേശുവിനൊന്നൊരു ഭാരമല്ല. ദൈവമക്കളെ, കർത്താവ് തന്റേതായിരിക്കുന്ന ഭുജം കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ഏവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ഭാരങ്ങളെ കർത്താവിന്റെ മേൽ എടുത്തു വെക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ ഭാരങ്ങളൊന്നും കർത്താവിനൊരു ഭാരമല്ല, അത് നമുക്ക് മാത്രമാണ് അത് വെറും ഭാരമായിട്ട് തോന്നുന്നത്. ഹല്ലേലൂയ. കർത്താവിന് അത് നിസ്സാര വിഷയമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ നോക്കി, ദൈവമക്കളെ നോക്കി കർത്താവ് ചോദിക്കുന്ന, വചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. യഹോവയ്ക്ക് കഴിയാത്ത, is there anything too hard for the Lord? Is there anything too hard for the Lord? നമ്മൾ കർത്താവിനെ നോക്കി പറയണം, ഇല്ല കർത്താവേ, അങ്ങക്ക് അസാധ്യമായതൊന്നുമില്ല, അങ്ങക്ക് കഠിനമായതൊന്നുമില്ല കർത്താവേ, എല്ലാം അങ്ങക്ക് സാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ അവന്റെ അടുക്കിലേക്ക് ചെന്ന് ഏറ്റവും കൂടുതൽ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ തോളിന്മേൽ, അവിടുത്തെ ചുമലിന്മേൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിക്കുകയാണ്. ആമേൻ. കം അൺടു മീ. കർത്താവ് പറയാണ്, നമ്മൾ അവന്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഈ ഭാഗത്ത് കാണുന്നു സാധിക്കുന്നു. 28-ാമത്തെ വാക്യം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു തങ്കിലേക്ക് തന്നെ നമ്മളെ വിളിക്കുകയാണ്. കം അൺടു മീ. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, സഭയോട് ചോദിക്കുന്നത്, ഹൗ ക്ലോസർ യു ആർ വിത്ത് ജീസസ്. യേശുവിനോട് എത്രമാത്രം സമീപമായിരിക്കുന്നു നിങ്ങൾ? ഹൗ ക്ലോസ് യു ആർ വിത്ത് ജീസസ്. എത്ര
അടുത്ത് എത്രയും സമീപത്തിലാണ് നാം കർത്താവിനോട് കൂടി ആയിരിക്കുന്നത്? അതോ പത്രോസിനെ പോലെ ഒരു ദൂരം വിട്ട് അവനെ അനുഗമിക്കുന്ന അവസ്ഥയാണ്? ദൂരം വിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ കർത്താവിന്റെ ആശ്വാസമല്ല, കർത്താവിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ പോകും. എന്നാൽ കർത്താവിനാൽ ആശ്വാസം ലഭിക്കണമെങ്കിൽ കർത്താവിനോട് ഏറ്റവും അടുത്ത് നാം പോകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 8-ാം അധ്യായം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനം. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ. മതി ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നമ്മൾ കർത്താവിനോട് അടുക്കുമ്പോൾ മാത്രമേ കർത്താവ് നമ്മളോട് അടുത്തു വരുവാനായിട്ട് ഇടയാകുകയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലാം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടത്? നമ്മളെ തന്നെ വെടിപ്പാക്കിക്കൊണ്ട്. ആ വചനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ തന്നെ വെടിപ്പാക്കിക്കൊണ്ട് കർത്താവിനോട് നമുക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. കർത്താവിനോട് അടുത്തു വരുന്നുവെങ്കിൽ മാത്രമേ കർത്താവിനാൽ ലഭിക്കുവാൻ പോകുന്ന ആശ്വാസവും ആ സ്വാതന്ത്ര്യവും നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വചനം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അത് അധ്വാന ഭാരമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, പുത്രനോട് നമ്മൾ ഏറ്റവും അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ആരായിത്തീരും? സാക്ഷാൽ സ്വതന്ത്രരായിത്തീരും, സാക്ഷാൽ ആശ്വാസം പ്രാപിക്കുന്നവരായിത്തീരും. അതുകൊണ്ട് പുത്രനോട് നമുക്ക് ഏറ്റവും അടുത്ത് ചെല്ലാം. കർത്താവിനോട് നമുക്ക് ഏറ്റവും അടുത്തു ചെല്ലുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് ആരാണെന്ന് നമുക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? അവൻ വചനത്തിൽ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം വായിച്ചാട്ടെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം വായിച്ചു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും യേശുക്രിസ്തുവിനെ അവിടെ ആരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ്. ഹല്ലേലൂയ. ഈ മഹാദൈവമാണ് കരങ്ങൾ നീട്ടിക്കൊണ്ട് പറയുന്നത്, എന്റെ അടുക്കിലേക്ക് വരുവീൻ, എന്നോട് അടുത്തു വരുവീൻ എന്ന് പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ മഹാദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ കഥ ഇങ്ങനെയാണ്. ഒരു മകൻ അപ്പനോട് ചോദിച്ചു, ഹൗ ബിഗ് ഗാഡ് ഈസ്, ദൈവം എത്ര വലിയതാണ് എന്ന് ചോദിക്കുവാനായിട്ട്. എത്ര വലിയവനാണെന്നല്ല ചോദിച്ചത്, കർത്താവ് ദൈവം എത്ര വലിയതാണ് എന്ന് ഒരു അപ്പൻ മകനോട് ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൻ ആകെ കുഴങ്ങി. എങ്ങനെയാണ് ഈ മകനോട് പറയുക, ദൈവം എത്ര വലിയവനാണെന്ന് എങ്ങനെയാണ് ഈ മകനോട് വിവരിച്ചു കൊടുക്കുക എന്ന് ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായപ്പോൾ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വിമാനം പറന്നു പോകുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. മകനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നീ അങ്ങോട്ട് നോക്കിക്കേ, ആ വിമാനം പോകുന്നു നീ കണ്ടോ? അപ്പോൾ മോൻ പറഞ്ഞു, കണ്ടു പപ്പ എന്ന് പറഞ്ഞു. അത് എത്ര വലുതാ മോനെ? അപ്പൊ മോൻ പറഞ്ഞു, അത് ചെറുതല്ലേ പപ്പ, അത് ഒരു പക്ഷിയോളം ഉള്ളൂ, ഒരു പക്ഷിയെ പോലെയൊക്കെ ഉള്ളൂ, ഒരു വലിയ പരുന്ന് പറക്കുന്ന വലിപ്പമേ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദൂരത്തിലൂടെ പറന്നു പോകുന്ന ആ വിമാനത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ മോന് തോന്നി അതൊരു പക്ഷിയെ പോലെ ഉള്ളൂ. അടുത്ത ദിവസം ഈ അപ്പൻ ഈ മോനെയും കൂട്ടിക്കൊണ്ട് എയറോഡ്രോമിലേക്ക് എയറോപ്ലെയിൻ കാണിക്കുവാനായിട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. വിമാനത്താവളത്തിൽ ചെന്നിട്ട് ആ വിമാനങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ആ മോനെ വിമാനം കാണിച്ചു. വിമാനം കാണിച്ചതിന് ശേഷം ആ മോനോട് അപ്പം പറഞ്ഞു, മോനെ ഇന്നലെ നീ ആകാശത്ത് ആ പക്ഷിയെ പോലെ കണ്ട വിമാനമാണ് മോനെ ഈ കിടക്കുന്നതെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആ മോൻ ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ടു അവൻ പറയുവാണ്, ഉയ്യോ ഇത്രയും വലുതാണോ പപ്പ ഈ വിമാനം?
ഈ ഇത്രയും വലിയ വിമാനത്തെയാണോ ഇന്നലെ നമ്മൾ ആകാശത്തിൽ ചെറിയൊരു കിളിയെ പോലെ, ഒരു കുരുവിയെ പോലെ കണ്ടതെന്ന് അവൻ ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അപ്പൻ ആ മോനോട് പറഞ്ഞു കൊടുത്ത്, മോനെ, ദൈവത്തോട് നമ്മൾ അടുക്കും തോറും ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ദൈവത്തോട് അകന്നു മാറുമ്പോൾ ദൈവം നമുക്ക് ചെറിയവനായി പോകും. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലുതായിട്ട് തോന്നും. ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് വലുതും നമ്മുടേതായിരിക്കുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ ആശ്വാസം നിരസിക്കുന്നതായ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് ചെറുതായി തീരുവാനായിട്ടും ഇടയായിത്തീരും. ഇന്ന് ദൈവമക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളാണോ വലുത്, അതോ ഹല്ലേലൂയ സർവശക്തനായ ദൈവമാണോ വലുത്? ദൈവം വലുതായിട്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് ചെല്ലേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയോട് അല്പം കൂടെ ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നിന്റെ ആശ്വാസം ഞാൻ അനുഭവിക്കുവാൻ, എന്റെ ഭാരം നിന്റെ ചുമലിൽ വയ്ക്കുവാൻ, കർത്താവേ, നിന്നോട് അല്പം കൂടെ ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇംഗ്ലീഷിൽ ഒരു പാട്ട് ഇങ്ങനെയാണ്, just stay closer, walk with thee, granted Jesus is my plea, daily walking close to thee, let it be, dear Lord, let it be. നമ്മുടെ പ്രാർത്ഥന അത് തന്നെ ആയിരിക്കട്ടെ. ഡെയിലി ക്ലോസർ വാക്ക് വിത്ത് ദി ലോർഡ്. ഓ ഗോഡ്, യു ഗ്രാൻഡ് ലോർഡ്, ആമേൻ. ആ ഒരു അവസ്ഥ എനിക്ക് തരണമേ അപ്പ. അങ്ങയോട് ഒട്ടിപ്പിടിച്ച്, അങ്ങ് നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വരുവീനെന്ന് ആമേൻ കരം നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ വിളി കേട്ട് ആ കരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഓമന കുമാരനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ ആകുവാൻ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ വിളി, ദൈവത്തിന്റെ വിളി എന്തിനു വേണ്ടിയാണ്? ഒന്നാമത്തെ വിളി നമ്മൾ ശ്രദ്ധിച്ചു, call to Christ himself. Jesus is calling to himself. Hallelujah. രണ്ടാമത് കർത്താവ് വിളിക്കുകയാണ്, call to know the Father. Call to know the Father. പിതാവിനെ അറിയുവാനുള്ള വിളി. ഒന്നാമത് യേശു തന്നെ അറിയുവാനുള്ള ഒരു വിളിയാണ് തന്റെ അടുക്കൽ വരുന്നവർക്ക് കൊടുക്കുന്ന വിളി. രണ്ടാമത്തെ വിളി എന്താണെന്ന് ചോദിച്ചാൽ പിതാവിനെ അറിയുവാനുള്ള വിളി. ഹല്ലേലൂയ. അതിന്റെ 27-ാമത്തെ വചനം ഒന്ന് വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വചനം. എന്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പിതാവല്ലാതെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവരുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. രണ്ടാമതായിട്ട് കർത്താവ് വിളിക്കുന്ന വിളി പിതാവിനെ കർത്താവിലൂടെ വെളിപ്പെടുത്തി കാണിക്കുവാനായിട്ടാണ്. നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കർത്താവിന്റെ ആശ്വാസം നാം പ്രാപിക്കും. ഒരു ശിശുവിനെ പോലെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ശിശുവിനെ പോലെ മാനസാന്തരപ്പെട്ടതിന് ശേഷം മാത്രമേ കർത്താവിന്റെ നീട്ടപ്പെട്ട കരത്തിൽ പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ വിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിലൂടെ ആമേൻ തന്റെ പിതാവിനെ അറിയുക എന്നുള്ളതാണ്. കർത്താവ് പറയുന്നുണ്ട്, അവൻ എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമാണ്. ആ പിതാവിനെ നാം അറിയണമെങ്കിൽ നമ്മുടെ സമയം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തീർന്നു. 3 മണിയോടുകൂടെ ആരാധന അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് വിളിക്കുന്ന രണ്ടാമത്തെ വിളി പിതാവിനെ അറിയുവാനായിട്ടുള്ള വിളിയാണ്. ഫിലിപ്പോസ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫിലിപ്പ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ അത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശു പറയുകയാണ്, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കും, എന്നെ അറിയുന്നവൻ എന്റെ പിതാവിനെ അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിലേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ പിതാവിനെ അറിയും. ഹല്ലേലൂയ. പിതാവിനെ അറിയുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പിതാവിന്റെ ഭവനത്തിൽ എന്തെല്ലാം ഉണ്ട്, പിതാവിന്റെ കരങ്ങളിൽ എന്തെല്ലാം പ്രൊവിഷൻ എനിക്ക് വേണ്ടിയിട്ടുണ്ട്, പിതാവ് എനിക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ്. അങ്ങനെ പിതാവിനെ കുറിച്ച് വലിയൊരു അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഭാരങ്ങൾ,
അധ്വാനങ്ങൾ ഒന്നും നമുക്കൊരു പ്രശ്നമല്ലാതെ ആയി മാറും. ഹല്ലേലൂയ. മൂന്നാമത്തെ കർത്താവിന്റെ വിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ അതിന്റെ 29ാമത്തെ വചനം ഒന്ന് വായിച്ചാട്ടെ. 29ാമത്തെ വചനം 11ാം അധ്യായം 11:21. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടു. മതി. അവിടെ കർത്താവ് വിളിക്കുന്ന വിളി ടു സ്റ്റാൻഡ് വിത്ത് ജീസസ്, എ കോൾ ടു സ്റ്റാൻഡ് വിത്ത് ജീസസ്. യേശുവിനോടുകൂടെ നിൽക്കുവാനായിട്ടുള്ള വിളിയാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനോടുകൂടെ നിൽക്കുവാൻ, ആമേൻ, കർത്താവിനോട് കൂടെ നിന്നുകൊണ്ട് ഒരു യുദ്ധം ഫേസ് ചെയ്യുവാനായിട്ടുള്ള വിളിയാണ് കർത്താവ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എനിക്കൊരു യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ വശത്ത് 1000, എന്റെ വലതുവശത്ത് 10,000 വീണാലും ഹല്ലേലൂയ അവ എന്നോട് അടുത്തു വരികയില്ല. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. ബിക്കോസ് ഐ ആം സ്റ്റാൻഡിങ് വിത്ത് ജീസസ്. ഇന്നലെ നമ്മൾ നുകത്തെ കുറിച്ച് കേട്ടു. ദേവദാസൻ പറഞ്ഞു, നുകം ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ കഴുത്തിൽ ഒരുമിച്ച് പെടലിക്ക് ഒരുമിച്ചിരിക്കുന്നതാണ് ഈ നുകം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയാൻ സ്റ്റാൻഡ് വിത്ത് മീ. എന്റെ കർത്താവിന്റെ തോളിലിരിക്കുന്ന നുകത്തിന്റെ മറു സൈഡ് എന്റെ കഴുത്തേലായിരിക്കുന്നത്. അപ്പോൾ ഐ ആം സ്റ്റാൻഡിങ് വിത്ത് ജീസസ്, ഐ ആം നോട്ട് അലോൺ. ഈ സന്ദേശം, ഈ ദൂത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ദൈവമക്കളെ. നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കണമെങ്കിൽ ഈ സന്ദേശത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് യേശുവിന്റെ പെടലിക്കിരിക്കുന്ന ആ നുകത്തിന്റെ മറു അറ്റം എന്റെ കഴുത്തേലായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് യേശുവിനോട് കൂടെയാണ് നിൽക്കുന്നത്. Amen. I'm equally yoked with Jesus Christ. I'm equally yoked with Jesus Christ. I cannot leave him and go away from him. ഞാൻ കർത്താവിനോടുകൂടെ യോഗ് ചെയ്യപ്പെട്ടിരിക്കുന്നവനാണ്. ഞാൻ കർത്താവിനോടുകൂടെ അവൻ നുകമേറ്റിരിക്കുന്നവനാണ്. എന്റെ മറുവശത്ത് നിൽക്കുന്നത്, എന്റെ നുകത്തിന്റെ മറു സൈഡിൽ നിൽക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് എന്ത് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും, എനിക്ക് എന്ത് അധ്വാന ക്ലേശങ്ങൾ സംഭവിച്ചാലും, എന്റെ യേശുവിനോട് കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എല്ലാത്തിനെയും ഫേസ് ചെയ്യുവാൻ കഴിയും, എനിക്ക് എല്ലാത്തിനെയും അഭിമുഖീകരിക്കുവാൻ കഴിയുമെന്നുള്ള വലിയ ധൈര്യം നമുക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ വിളി ധൈര്യപ്പെടുത്തുന്ന വിളിയാണ്. കാരണം നാം അവനോട് കൂടെ നിൽക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. നാലാമതായിട്ട് ആ വിളിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29ാമത്തെ വചനം വായിച്ചാട്ടെ. 29ാമത്തെ വചനം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ യേശുവിൽ നിന്ന് പഠിപ്പാനുള്ള ഒരു വിളിയാണ്. യേശുവിൽ നിന്ന് പഠിപ്പാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകി. ദൈവമക്കളെ, സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ വിശുദ്ധമായ അംശങ്ങളിലേക്ക് അനേക അവസരങ്ങൾ യേശുവിൽ ചെയ്യുവാൻ ഇടയായി തീർന്നു. യേശുവിനെ രോമം കത്തിരിക്കുന്ന മൗനമായി ശാന്തമായി അതിനെ ഫേസ് ചെയ്യുവാൻ ഇടയായി തീർന്നു. കാരണം കർത്താവിന് ഒരു കാര്യം അറിയാമായിരുന്നു, അവൻ ഏകനല്ല, അവൻ പിതാവിനോട് കൂടെയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. പിതാവിനെ ഏകനായി വിട്ടിട്ടില്ല എന്നുള്ള അറിവുള്ളത് കൊണ്ട് ഹല്ലേലൂയ യേശു അവൻ സൗമ്യനായി ആ പ്രയാസങ്ങളെ മുഴുവനും അനുഭവിച്ചുകൊണ്ട് ആ ഗോൽഗോഥായുടെ ആ കൊലമരത്തിലേക്ക് കടന്നു കയറുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിൽ നിന്ന് പഠിക്കുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ആമേൻ കുരിശു ചുമക്കുന്നതിന്റെ മധ്യത്തിലും ശാന്തതയോടുകൂടെ മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീരും ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. സൗമ്യതയും താഴ്മയുമാണ് കർത്താവിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ് സൗമ്യതയും താഴ്മയും എന്നുള്ളത്. കാരണം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം വായിച്ചാട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും
മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയം ഉള്ളവരോട് കൂടെ മനസ്സിനും വീണ്ടും വായിച്ചിട്ട് താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ മനസ്സിനും താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയം ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. ആമേൻ. അവൻ നമ്മൾ താഴ്മയുള്ളവരായി മനസ്താപമുള്ളവരായി ആമേൻ നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ ദൈവത്തോടു കൂടെ ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുക അവരോടുകൂടിയാണ് ദൈവം വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ എത്രമാത്രം നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, വിനയപ്പെടുത്തുന്നുവോ, കർത്താവിന്റെ മുഖത്തിന്റെ കീഴിൽ നിന്ന് അഭ്യസിക്കുന്നുവോ, അത്രമാത്രം കർത്താവ് നമ്മളോട് കൂടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വീഴ്ച പ്രവർത്തികളെ ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. അഞ്ചാമതായിട്ട് കർത്താവിന്റെ വിളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. 29-ാമത്തെ വചനം വീണ്ടും വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 11:21. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആശ്വാസം കണ്ടെത്തുവാനായിട്ടുള്ള ഒരു വിളിയാണ് ഈ വചനം. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വാസം കിട്ടുന്നില്ല. നമ്മൾ ആശ്വാസം കണ്ടെത്തുന്ന വ്യക്തികളായി തീരണം. എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നത്? ക്രിസ്തുവിലൂടെ പ്രവേശിച്ച് ക്രിസ്തുവിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്തോറും നമ്മൾക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ഇടയായി തീരും. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ആശ്വാസം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ഏവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം ആശ്വസിപ്പിക്കുവാൻ വില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു മുഖ്യമായ ഒരു കാര്യം, ഏത് വിഷയത്തിന്റെ മധ്യത്തിലും കർത്താവിലേക്ക് ഓടിച്ചെല്ലുക. ഹല്ലേലൂയ. ഏതൊരു വിഷയം വന്നാലും തുറന്ന് നീട്ടപ്പെട്ട കരങ്ങളുമായി നിൽക്കുന്ന കർത്താവിലേക്ക് ഓടിച്ചെല്ലുക. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് നമ്മൾ സൗമ്യതയും താഴ്മയുമുള്ളവരായി, വിനയമുള്ളവരായി, മാനസാന്തര മനോഭാവമുള്ളവരായി കർത്താവിലേക്ക് ഓടിച്ചെല്ലാം. ഹല്ലേലൂയ. കർത്താവിന്റെ ആശ്വാസം നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരുമാറാകട്ടെ. കർത്താവിന്റെ വിളിയെ നമ്മൾ കണ്ടു. കർത്താവിന്റെ വിളി നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ ദിവസവും മാനസാന്തരപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് ദിവസവും മാനസാന്തരപ്പെടുന്നവർ ഒരു ശിശുവിനെ പോലെ ജീവിക്കുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ് ദൈവമക്കളെ. അത് മാത്രമല്ല, അങ്ങനെ ശിശുക്കളെ പോലെ ആയി മാറുന്നവരെയാണ് കർത്താവ് തന്റെ മാർവിലേക്ക് വിളിക്കുന്നത്, തന്റെ അടുക്കിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വിളിയിൽ അടങ്ങിയിരിക്കുന്ന 5 ഉദ്ദേശങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, കർത്താവിലേക്ക് തന്നെ കർത്താവ് വിളിക്കുന്നു, കർത്താവ് എത്ര വലിയവനെന്ന് വെളിപ്പെടുത്തി കാണിക്കേണ്ടതിന്. 2, പിതാവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കേണ്ടതിന് വേണ്ടി കർത്താവ് വിളിക്കുകയാണ്. ആമേൻ. മൂന്നാമതായിട്ട്, യേശുവിനോടൊപ്പം നിൽപ്പാനായി യേശു നമ്മളെ വിളിക്കുകയാണ്. നാലാമതായിട്ട്, യേശുവിൽ നിന്ന് പഠിക്കുവാനായി യേശു നമ്മളെ വിളിക്കുകയാണ്. ആമേൻ. അഞ്ചാമതായിട്ട്, യേശുവിൽ നിന്നുള്ള ആശ്വാസം കണ്ടെത്തുവാനായിട്ട് യേശു നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്റെ കർത്താവേ, ഇനിയും ഞാൻ അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങയുടെ ആശ്വാസം ഞാൻ കണ്ടെത്തണമപ്പാ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ജീവിത ഭാരങ്ങൾ നിമിത്തം, ഹല്ലേലൂയ, പ്രയാസങ്ങൾ നിമിത്തം ഞാൻ തകർന്നു പോയിട്ടുണ്ടപ്പാ. ഓ, പലപ്പോഴും എന്റെ ജീവിതം ആമേൻ പിറുപിറുപ്പുള്ളതായിരിക്കുന്ന ഒരു ജീവിതമായി തീർന്നിട്ടുണ്ട്. ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് പിറുപിറുത്ത്, കുടുംബത്തിൽ കലഹമുണ്ടാക്കി എനിക്ക് സൗമ്യതയില്ലാത്ത അനുഭവത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. കർത്താവേ, ഞാനൊരു ശിശുവിനെ പോലെ താഴ്മ ധരിച്ചിട്ടില്ല. കർത്താവേ, അങ്ങയുടേതായിരിക്കുന്ന നീട്ടപ്പെട്ട കരത്തെങ്കിലേക്ക് ഓടി വരുവാൻ, ആശ്വാസം കണ്ടെത്തുവാൻ, അഭയം പ്രാപിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ആ നീട്ടപ്പെട്ട പൊന്നുകരങ്ങളിൽ നമുക്കൊന്ന് പിടിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഈ സമയത്തൊന്ന് ഏൽപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളൊന്ന് പരാജയ ഭീഷണിയോടുകൂടെ
ഭാരത്തോടെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പരാജയ ഭീഷണികളെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന അപശ്രുതികൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ രോഗഭാരമുണ്ടെങ്കിൽ ഒന്ന് കർത്താവിനെങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കടബാധ്യതകളുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നില്ല, അധ്വാന ഭാരം മാത്രമേ ഉള്ളൂ, ആശ്വാസം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ കർത്താവിങ്കിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ തുറക്കപ്പെട്ട കരങ്ങൾ, ഹല്ലേലൂയ, ആ നീട്ടപ്പെട്ട കരങ്ങൾ, ഹല്ലേലൂയ, നമ്മളെ വാരിപ്പുണർന്ന് നെഞ്ചോട് പിടിക്കുവാൻ താല്പര്യമുള്ള കർത്താവിന്റെ കരങ്ങൾ, ആ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വിടുതൽ പ്രാപിക്കാതെ ഇന്ന് ആരും മടങ്ങിപ്പോകരുത്, വിടുതൽ പ്രാപിക്കാതെ ഇന്ന് ആരും മടങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം, നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കാതെ ഇന്ന് ആരും മടങ്ങിപ്പോകരുത്. ഇന്ന് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആശ്വാസത്തെ തടുക്കുന്ന, നിങ്ങൾ കർത്താവിനോട് അടുക്കുന്നതിന്, കർത്താവിന്റെ മാർഗോട് ചേരുന്നതിന് തടസ്സമായി വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഐ നീഡ് യു ലോർഡ്. യേശുവിനെ എനിക്ക് വേണം. നിന്റെ മാർവിൽ എനിക്ക് ചാരി നിൽക്കണം. നിന്റെ നീട്ടപ്പെട്ട കരങ്ങളിൽ ഞാൻ പിടിക്കണം അപ്പ. ഹല്ലേലൂയ. നിന്റെ മാർവിൽ നിന്നുള്ള ആശ്വാസം എനിക്ക് പ്രാപിക്കണം കർത്താവേ. ഹല്ലേലൂയ. കെട്ടുകൾ ഒഴിയ കർത്താവേ. പൈശാചിക മുഖങ്ങൾ കർത്താവേ മുറിയപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. കുടുംബത്തിലെ ഭാരങ്ങൾ മാറട്ടെ. കുടുംബത്തിലെ അന്ധകാര ബന്ധനങ്ങൾ നീങ്ങട്ടെ കർത്താവേ. ജോലി പ്രശ്നങ്ങളിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ നീങ്ങി മാറാകട്ടെ കർത്താവേ. രോഗബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുമാറാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും ഹല്ലേലൂയ നാഥനായ ദൈവത്തിന്റെ നാമത്തിൽ, മഹാദൈവമായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, വിടുതലും സൗഖ്യവും ആശ്വാസവും ഓരോ കുടുംബങ്ങളിലും ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ഏവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന കർത്താവിന്റെ വാക്ക് കേട്ട് കർത്താവിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും കൃപയുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. വിടുതലിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ സ്തോത്രം കർത്താവെ. ഇന്ന് കർത്താവെ ഈ കൂട്ടായ്മ കഴിഞ്ഞ് കർത്താവെ ഓരോരുത്തരും ഭവനങ്ങളിൽ ആയിരിക്കുമ്പോഴും വിടുതലിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കണം കർത്താവെ. രോഗഭാരങ്ങൾ മാറിക്കൊണ്ടിരിക്കണം കർത്താവെ. ഉടമന ശബ്ദരേരികൾക്കുമാണ് ഹല്ലേലൂയ. മെഡിക്കൽ റിപ്പോർട്ടുകളെ അധികമായി ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിന്റെ മാർഗോട് ചാഞ്ഞു നിൽക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലകളിൽ വെല്ലുവിളി ഉയർത്തുന്നവരെ കാണുന്നതിനെ കഴിയും ഉന്നതമായി നമ്മുടെ സർവശക്തനായ കർത്താവിനെ കാണുവാൻ ഓരോരുത്തർക്കും ആത്മീക കൺകളെ ദൈവം തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവ്. അവിടുന്ന് അങ്ങനെ ചെയ്യുകയാൽ നന്ദിയോടെ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും നാമത്തില് ഇന്ന് കേൾവിക്കാരായി കർത്താവ് ഉണ്ടായിരുന്ന സകലരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയും ദൈവിക അഭിഷേകവും ഓരോ വ്യക്തികളുടെ മേലും അത്യധികമായി വ്യാപരിച്ച് വർദ്ധിക്കട്ടെ കർത്താവ്. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ നന്ദിയോടെ സ്തോത്രം. യേശു തമ്പുരാന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവ് നിങ്ങളെ ഏവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ ഓരോ വ്യക്തികളോടും കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല് എനിക്ക് പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ജോസ് പാസ്റ്ററിനോടുള്ളതായിരിക്കുന്ന അവരുടെ കുടുംബത്തോടുള്ളതായിരിക്കുന്ന എന്റെ സ്നേഹം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ ഈ മീറ്റിംഗിൽ സഹകരിക്കുകയും ദൈവത്തിനെ കേൾക്കുകയും ചെയ്തായിരിക്കുന്ന സലാല സഭാ കുടുംബത്തിലെ എല്ലാ ദൈവമക്കളെയും ധാരാളമായി കൃപകളാൽ നിറച്ച് ആമേൻ എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ദൈവശക്തി നിങ്ങളുടെ മേൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാറാനാഥ ഫുൾ ഗോസ്പൽ ട്രസ്റ്റിന്റെ ചർച്ചിന്റെ മേലധ്യക്ഷതയിലിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും ഈ അവസരം നൽകി തന്നതോർത്ത് നന്ദിയും കൃതജ്ഞതയും ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കും. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് തരുവാൻ തക്കവണ്ണം ദൈവദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥനയോടെ നമുക്കായി തിരുവചനങ്ങൾ, ആ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ആലോചന തരുവാൻ, ദൂത് തരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം നമുക്കായി സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന നമ്മളോട് അറിയിപ്പാൻ തക്കവണ്ണം സ്തോത്രം ഇടയായല്ലോ. ദൈവദാസനെയും കുടുംബത്തെയും സഹോദരങ്ങളെയും കൂട്ടുവിശ്വാസികളെയും എല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയുള്ളവരായിരിക്കാം. വീണ്ടും നമുക്ക്
സ്തോത്രം. സഹോദരർ ഇപ്പോൾ ദേവദാസനെയും കുടുംബത്തെയും സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരർ പ്രാർത്ഥന ലീഡ് ചെയ്താട്ടെ. അപ്പാ മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ പകൽക്കാലം അപ്പന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ തക്കണം. സ്വർഗത്തിലെ പിതാവായത് ഞങ്ങൾക്ക് കൃപ തന്നുവല്ലോ. എന്റെ സ്വർഗീയ പിതാവേ, ഹാലലുയ, സ്തോത്രം. അങ്ങേക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. അപ്പാ ഹാലലുയ, അപ്പന്റെ സന്നിധിയിൽ ഞങ്ങൾ തലകളെ വണങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്ത തിരുവചനങ്ങളെ എന്റെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തക്കണം. ഞങ്ങളോട് അവിടുന്ന് കൃപ തന്നതിനായി നന്ദിയോടെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ്, ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കണം. സ്വർഗീയ പിതാവ് ഇടയാക്കണം. ദൈവത്തോട് ഞങ്ങൾ ആത്മീകമായി ഞങ്ങൾ ബലപ്പെടുവാൻ തക്കണം. കർത്താവ്, ഞങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങയിലേക്ക് അടുത്ത് വരുവാൻ തക്കണം. കർത്താവ്, അങ്ങ് ഞങ്ങളെ വിളിക്കുന്ന വിളി കർത്താവെ സ്തോത്രം, അത് ഞങ്ങൾക്ക് അങ്ങ് ദൈവദാസനിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ അങ്ങ് ഞങ്ങളെ ഇരുകരങ്ങളിൽ നീട്ടി കർത്താവ് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ഹാലിലെ കാത്തിരിപ്പ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി നന്ദിയുടെ സ്തോത്രം. പിന്മാറ്റത്തിലേക്ക് പോയവരെല്ലാം മടങ്ങി വരുവാൻ തക്കണം. എന്റെ കർത്താവ്, ഞങ്ങളെ കാത്തിരിക്കുന്നതിനെ ആ അരുളപ്പാട് ഞങ്ങൾക്ക്, ആ മർമ്മം ഞങ്ങൾക്ക് ഹല്ലേലൂയ ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ അംഗീകരിക്കുന്ന നന്ദിയോടെ സ്തോത്രം. കർത്താവ് എടുത്ത് ഉപയോഗിച്ച ദേവദാസനെ പറ്റ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക എന്റെ കർത്താവെ സ്വതന്ത്രം ജെയിംസ് പാസ്റ്ററിനെയും സഭയെയും കുടുംബത്തെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ഹാലിലെ വിളി സ്വീകരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ദേവദാസൻ കർത്താവ് വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് ആത്മീയമായി ബലപ്പെട്ട് ശക്തിപ്പെട്ട് ശുശ്രൂഷയിൽ ബലപ്പെട്ട് കർത്താവ് സ്തോത്രം ഹാലിലപ്പന്റെ സന്നിധിയിൽ നല്ല ശുശ്രൂഷകനായി നല്ല ദാസനായി കർത്താവ് സ്തോത്രം വിളങ്ങേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കുകയാണ്. ദൈവസഭ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. എന്റെ കർത്താവ് സ്തോത്രം, ദേവദാസൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി മാറട്ടെ. കർത്താവിന്റെ വയലിൽ ഏറ്റവും ഹാലിലെ മൂർച്ചയുള്ള ഒരു ഹാലിലെ ആയുധമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം കരയറ്റിയാണ്. ദേവദാസന്റെ കുടുംബത്തെ പല കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ദേവദാസന് ഏറ്റവും തുണയായി നിൽക്കുന്ന ഹാലിൽ ഒരു കുടുംബമായി മാറേണ്ടത് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഭയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേവദാസന്റെ സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി കർത്താവിന്റെ വരവിൽ കർത്താവെ അങ്ങ് വിളിച്ച് വേർതിരിച്ച തന്റെ മക്കൾ എല്ലാവരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കുന്ന ഒരു സഭയായി മാറേണ്ടതിന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദേവദാസനെയും സഭയെയും കുടുംബത്തെയും ഞങ്ങൾ ഒരുമിച്ചപ്പെട്ട് ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന ഡെലിക്കാൻ സ്തോത്രം. മഹത്വമെല്ലാം പിതാവെ അങ്ങേക്ക് തരുന്നു. പുത്രനായ ക്രിസ്തുയേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ കർത്താവിനെ വിശുദ്ധ കരങ്ങളിൽ സ്തോത്രം കരയറ്റിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവദാസരുടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇന്നിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഇന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ദേവദാസൻ പറയുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തോട് അടുത്തു വരുവിൻ, അവൻ നമ്മളോട് അടുത്തു വരും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു വരുവാൻ ഇന്ന് വളരെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അകന്നു പോയത് പലവിധ പ്രയാസങ്ങള്, പലവിധ കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഹല്ലേലൂയ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തോട് അടുത്തു വരിക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഇരുമനസ്സുള്ളവരായിരിക്കാതെ ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ ഏക മനസ്സോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു ആഹ്വാനം. ഹല്ലേലൂയ. നമ്മളെ കരങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിപ്പാൻ ദൈവം പറയുന്നു. ഹല്ലേലൂയ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷമായും വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. കർത്താവിന്റെ ആ ദിവ്യ സ്വഭാവം, യേശുവിന്റെ ദിവ്യ താഴുവാൻ, എളിമപ്പെടുവാൻ ഇന്ന് തയ്യാറാകുന്നുവെങ്കിൽ അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ താഴ്ചയിൽ നിന്ന്, അവൻ നമ്മളെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവമാ. നമ്മുടെ താഴ്ചയിൽ നിന്ന് വിടുവിച്ച് നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിളിയെക്കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ ദേവദാസനോട് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശുവിന്റെ അരികിലേക്ക് മനസാന്തരപ്പെട്ട് മടങ്ങി യേശുവിന്റെ അരികിലേക്ക് മടങ്ങി വരിക, യേശുവിന്റെ അടുക്കിലേക്ക് വരിക. പിതാവിനെ അറിയുന്ന, യേശുവിലൂടെ അറിയുന്നതിനായിട്ട് യേശുവിന്റെ അരികിലേക്ക് വരിക. യേശുവിനോട് കൂടെ നിൽക്കുന്നവരായിരിക്കണം. യേശുവിനോട് കൂടെ നിൽക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ. ഒരേ നുഖത്തിൽ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ടവരായി യേശുവിനോട് കൂടെ നിൽക്കുവാൻ, യേശുവിൽ നിന്ന് പഠിക്കുവാൻ,
യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ സ്തോത്രം, യേശുവിന് ആശ്വാസം കണ്ടെത്തുവാൻ. അങ്ങനെയുള്ളവർക്ക് വാസ്തവമായെന്ന് പറയട്ടെ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ നല്ല ദൈവം. ഇന്നെല്ലാ ആശ്വാസവും നൽകി, എല്ലാ സമൃദ്ധിയും നൽകി, എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. നമുക്ക് നന്ദി പറയാം. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ ദേശത്തിൽ നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ വീട്ടിലൊന്നും ആഹാരം കുറഞ്ഞു പോകില്ല. നമ്മുടെ ആവശ്യങ്ങളൊന്നും മുടങ്ങിപ്പോകുകയില്ല. എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഇന്ന് തകർന്നു മാറുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്താല് നമ്മുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ശരീരം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടി സകലതും നൽകി തരുന്ന സ്വർഗത്തിന്റെ ഭണ്ഡാരങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവം. ഇന്നലെ കണ്ട മിസ്രൈമിനെ ഇന്ന് നമ്മൾ കാണുകയില്ല. സ്തോത്രം. നമ്മൾ വായ്പ വാങ്ങാൻ ഇടവരികയില്ല. നമ്മുടെ കൈകൾ അധ്വാനത്തിന് ഫലം നാം അനുഭവിക്കാൻ ഇടയായി തീരും. സ്തോത്രം. എന്റെ ദൈവത്താൽ നിശ്ചയമായും നാം ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കും. വിശ്വാസത്തോടെ അവിടെയും പറയുന്നു, തൻ്റെ വചനം അനുസരിക്കുമെങ്കിൽ, നീ എൻ്റെ കൽപ്പന അനുസരിക്കുമെങ്കിൽ നിനക്ക് സമാധാനമുണ്ടാകും. ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടത്തും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടത്തും. ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടത്തും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടത്തും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ചതൻ
എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടത്തും. Praise the Lord. Hallelujah. Hallelujah. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? Hallelujah. ഹാലലൂയ. എൻ്റെ ദൈവത്തെ ഞാൻ ഉയർച്ച പ്രാപിക്കും. ഹാലലൂയ. മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ദൈവജനമേ, സ്തോത്രം. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക്, നിന്റെ ഞെരുക്കങ്ങൾക്ക്, നിന്റെ പ്രയാസങ്ങൾക്ക് സ്തോത്രം ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്നൊരു ദൈവസന്നിധിയിലാണ് നമ്മളിരുന്നത്. അവൻ നിനക്ക് ആശ്വാസം തരുന്ന ദിവസങ്ങളാ. ഇത് വരും ദിവസങ്ങളിൽ ആ സമാധാനം, ആ സന്തോഷം അനുഭവിപ്പാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ. 3 ദിവസത്തെ ദേവദാസന്മാരിൽ 3 ദിവസം നമുക്ക് തന്ന മെസ്സേജുകൾ എല്ലാവരെയും ബലപ്പെടുത്തി, എല്ലാവരെയും കർത്താവിലേക്ക് കൂടുതൽ നടിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു മടങ്ങി വരവിനുള്ള ഒരു ആഹ്വാനം ദേവദാസന്മാരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ കൂടി ദേവദാസന്മാരെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ജെയിംസ് പാസ്റ്റർ എന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം തന്നു. നമുക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സഭയുടെ പേരിൽ നന്ദി പറയുകയാണ്. നമുക്ക് ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വരും ദിവസം കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും നമുക്ക് കണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കം ഇടയാകട്ടെ എന്ന് സ്തോത്രം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞാണ്. പരിശുദ്ധ പിതാവേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, 3 ദിവസം അങ്ങയുടെ പാദപീഠത്തെങ്കിൽ അടിയങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നപ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പകരുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ എൻ്റെ പൊന്നു പിതാവെ, ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും എല്ലാം പൊക്കി, ഞങ്ങളുടെ ആകൃത്യങ്ങളെ, ഞങ്ങളുടെ ക്ഷീണങ്ങളെ എല്ലാം നീക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് ദൈവമേ അങ്ങയുടെ മാറോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് ആശ്വാസം തന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിച്ചതിനായി ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങയുടെ ചുമലിലേറ്റ് ഞങ്ങൾ ഇറക്കി വെച്ചപ്പോൾ അതെല്ലാം വഹിക്കാമെന്ന് അരുളിച്ചേതവന് ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ആശ്വാസം തന്നിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, സകലത്തിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ഇനി വരും നാളുകളില് കർത്താവിനോട് കൂടെ നടക്കുവാനിടയാകട്ടെ, കർത്താവിൽ നിന്ന് പഠിക്കുവാനിടയാകട്ടെ, കൂടുതലായി കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ വലിയവനെന്ന് തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ അടുത്തു ചെല്ലുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി അങ്ങോട്ട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം, അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ, പഠിക്കുവാൻ, അത് അനുഗ്രഹിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ദിവ്യ സമാധാനത്താൽ എല്ലാവരെയും നിറച്ചാട്ടെ. കർത്തദാസന്മാരെ ഓർത്ത് പ്രത്യേകം 3 ദിവസം ഞങ്ങളുടെ ദൈവവചനം അറിയിച്ച ദൈവദാസന്മാർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ ശക്തമായ ആയുധമായി അവർ ഹല്ലേലൂയ ഇനിയും കർത്താവെ അവരെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയെ അനുഗ്രഹിക്കുന്നു, കർത്തദാസന്മാരെ അനുഗ്രഹിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സകല മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് മുതൽ എന്നേക്കും
നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രഹസ്യപരപരം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഇത്രത്തോളം നമ്മളെ ജയത്തോടെ നടത്തി നമ്മളെ നല്ല കർത്താവിനെ വിശുദ്ധ കരങ്ങൾ സ്തോത്രം കരേറ്റിയാട്ടെ. കർത്താവായ യേശുവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശക്തിയോടെ സന്തോഷമുള്ളവർ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.